ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7 വെള്ളി. ഓണം സിനിമ റിലീസുകളുടെ തുടക്കം ഇന്നാണ്. വിസ്മയ മോഹൻലാലിൻ്റെ സിനിമാ അഭിനയ ജീവിതത്തിൻ്റെ തുടക്കവും ഇന്നാണ് കുറിച്ചിരിക്കുന്നത്. തുടക്കം എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ജൂഡ് ആൻ്റണി ജോസഫാണ്. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് തുടക്കം. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ജൂഡ് ആൻ്റണി ജോസഫ്, അഖിൽ കൃഷ്ണ, ലിനീഷ് നെല്ലിക്കൽ എന്നിങ്ങനെ 3 പേരാണ് തിരക്കഥ തയ്യാറാക്കിയത്. ജോമോൻ ടി ജോൺ, അഖിൽ ജോർജ് എന്നിങ്ങനെ 2 പേർ ഛായാഗ്രഹണം നിർവഹിച്ചു. എഡിറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുള്ളത് ചമൻ ജാക്കോയാണ്. സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ്. മോഹൻലാൽ ക്യാമിയോ റോളിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയാണ് നായകനായി അഭിനയിക്കുന്നത്. സായി കുമാർ, മനോജ് കെ ജയൻ, ബോബി കുര്യൻ, കെ ബി ഗണേഷ് കുമാർ, മിയ ജോർജ്, ചിപ്പി, ജാഫർ ഇടുക്കി, ടി ജി രവി, ജിബിൻ ഗോപിനാഥ് എന്നിങ്ങനെ മലയാള സിനിമാ രംഗത്തെ ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, വിസ്മയ മോഹൻലാലിന്റെ ആ ഇന്റർവ്യൂവിൽ കണ്ട പാത്രച്ചയോ ലജ്ഞയോ ഒന്നും തന്നെ സിനിമയിലില്ല എന്ന് തന്നെയാണ്. തികച്ചും വിസ്മയകരമായ പ്രകടനം തന്നെയാണ് വിസ്മയ മോഹൻലാൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതേസമയം വിസ്മയ മോഹൻലാലിനൊപ്പമോ അതിന് മുകളിലോ ആണ് ആശിഷ് ജോ ആന്റണി എന്ന പുതുമുഖ താരത്തിന്റെ ഗംഭീര അഭിനയം. മോഹൻലാലിന്റെ അഭിനയം 2ാം പകുതിയിലാണ് വരുന്നതെങ്കിലും അതും ഗംഭീരമായിട്ടുണ്ട്. ആദ്യ പകുതി മികച്ച ത്രില്ലിങ്ങോടെയാണ് മുന്നോട്ട് പോയതെങ്കിൽ 2ാം പകുതി പ്യുവർ ആക്ഷൻ ത്രില്ലറാണ്. ക്ലൈമാക്സ് അടിപൊളി സൂപ്പറാണ്. ജൂഡ് ആന്റണിയുടെ ഗംഭീരമായ മേക്കിംഗ്, അതുപോലെ തന്നെ സിനിമയിലെ സാങ്കേതിക മികവുകൾ, കണ്ണിന് കുളിർമയാകുന്ന അടിപൊളി ലൊക്കേഷനുകൾ, തുടക്കം എന്തുകൊണ്ടും വളരെ മുന്നിലാണ്. ജേക്സ് ബിജോയുടെ വളരെ മികച്ച സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നിങ്ങനെ ഓണ സിനിമകളുടെ, അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലിന്റെ, അതുപോലെ തന്നെ ആശിഷ് ജോ ആന്റണിയുടെ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. ഓണ സിനിമകൾ തിയേറ്ററിലെത്താൻ ഇനിയും 2 ആഴ്ച ബാക്കി നിൽക്കെ ഈ സിനിമയ്ക്ക് ഗംഭീര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സിനിമ ഗംഭീര അഭിപ്രായം നേടിയതോടെ സിനിമയുടെ ബുക്കിംഗും കൂടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ 2000-ൽ താഴെയായിരുന്നു മണിക്കൂറിൽ ടിക്കറ്റ് വിൽപ്പനയെങ്കിൽ നിലവിൽ മണിക്കൂറിൽ 8000-ന് മുകളിലാണ് ടിക്കറ്റ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ ഫൈനലായി നേടിയെടുത്തത് 86 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 8 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 3 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ത്യൻ പ്രീസെയിലായി സിനിമ നേടിയെടുത്തത് 99,50,000 രൂപയാണ്. വിദേശത്ത് 40 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് പ്രീസെയിലായി 1,40,00,000 രൂപയാണ് തുടക്കം എന്ന സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് തിയേറ്ററിലെത്തിയ ലോകേഷ് കനകരാജിന്റെ DC എന്ന സിനിമ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച ഈ സിനിമ അരുൺ മാതേശ്വരനാണ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത്. തമിഴിന് പുറമെ തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ കൂടി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ലോകേഷ് കനകരാജിന് പുറമെ വാമിക ഗബ്ബി, സജ്ജന കൃഷ്ണമൂർത്തി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങളായി അഭിനയിച്ചിട്ടുള്ളത്. മുകേഷ് ജി ഛായാഗ്രഹണവും എഡിറ്റിംഗ് പ്രസന്ന GKയുമാണ്. സംഗീത സംവിധാനം അനിരുദ്ധ് രവിചന്ദ്രാണ്. ഈ സിനിമയുടെ തെലുങ്ക്, തമിഴ് പതിപ്പുകളുടെ ബുക്കിംഗ് മണിക്കൂറിൽ ബുക്ക് മേശയിലൂടെ 4,000-5,000 ടിക്കറ്റുകൾക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് വഴിയുള്ള പ്രീസെയിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ 1,03,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. കർണാടകയിൽ 25,50,000, തെലങ്കാനയിൽ 54 ലക്ഷം, ആന്ധ്രയിൽ 33 ലക്ഷം, കേരളത്തിൽ 13,10,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 29 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് നേടിയെടുത്തത് 2,58,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 38,13,000 രൂപയാണ് പ്രീസെയിലായി കിട്ടിയത്. ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിലായി സിനിമ നേടിയെടുത്തത് 2,96,00,000 രൂപയാണ്. വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.